ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹെർബൽ ടീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, കാരണം കഴിഞ്ഞ പാർട്ടിൽ ഒതുക്കാൻ പറ്റിയില്ല. നമ്മളെ സാധാരണ ചായ കെമീലിയ സൈനൻസിസ്, അതിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ട ലീവ്സ്. ഹെർബൽ ടീസ് പല ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നിന്നെടുക്കും, ഡിഫറെൻറ്റ് പാർട്സ് കൊടുക്കും. അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കഫീൻ ഫ്രീ ആണ്. ചില ഹെർബൽ ടീസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാം. അതിലൊന്ന് പെപ്പർമിൻറ്റ് ടീ, അതിൽ ലീവ്സ് ആണ് ഉപയോഗിക്കുക, അത് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ ഫേമസ് ആയിട്ടുള്ള കെമോമൈൽ ടീ, അതാണ് ഈ സാധനം കെമോമൈൽ ടീ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൽ ഫ്ലവർ ബഡാണ്, അതിൻ്റെ ഹെഡാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. ജിഞ്ചർ നമുക്കറിയാം, ഇഞ്ചി, അതിൻ്റെ റൈസോമാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. സിനമൺ എന്ന് പറഞ്ഞാൽ ഇന്നർ ബാർക്ക്, കറുവപ്പട്ട. അതുപോലെ തന്നെ ഹൈബിസ്കസ്, കാലിക്സ്, അതായത് ഫ്ലവറിൻ്റെ ലോവർ പാർട്സാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ഹെർബൽ ടീസ് ഉണ്ട്, ഡിഫറെൻറ്റ് പാർട്സാണ് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. സാധാരണ അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക, അത്രേ വേണ്ടൂ. ഇനി ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. കഫീൻ ഫ്രീ ആണ് 1, 2 പ്ലാന്റ് ബേസ്ഡ് ആണ്, 3 ഇത് നാച്ചുറൽ ഹൈഡ്രേഷൻ സപ്ലൈ ചെയ്യും, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, സപ്പോർട്ട് ഡൈജഷനെ സപ്പോർട്ട് ചെയ്യും, സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യും, അതുപോലെ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യും. പല ടൈപ്പ് ഉണ്ട് ഈ ഹെർബൽ ടീസ്, ഇതൊക്കെ അതാണ്. അപ്പോൾ അതിലൊന്ന് പെപ്പർമെൻറ്റ് ടീ. അതിൻ്റെ അഡ്വാൻറ്റേജ് അത് കൂളിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യും, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റൊമക്ക് ഒന്ന് സെറ്റിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ള ജിഞ്ചർ ടീ, ഇഞ്ചി, മോർണിംഗ് ഫ്രഷ്നെസ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, മസിൽ റിലാക്സിന് ഹെൽപ്പ് ചെയ്യും നമ്മളൊരു എക്സസൈസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെയുള്ളത് കെമോമൈൽ ടീ. ഇതാണ് ഈ കെമോമൈൽ ടീ, ഇതാണ് അതിൻ്റെ പാക്കറ്റ്. ഇതിൽ മുക്കുകയാണ് ചെയ്യുക, ഇങ്ങനെ മുക്കും ചൂടുള്ളതിൽ. ഇതാണ് കെമോമൈൽ ടീ. അത് മെയിനായിട്ട് ഉപയോഗിക്കുക നമുക്ക് ആങ്സൈറ്റി റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കും, അതുപോലെ തന്നെ സ്റ്റൊമക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, നല്ല ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കും ഈ കെമോമൈൽ ടീ. പിന്നെയുള്ള സിനമൺ ടീ, അത് ബ്ലഡ് ഷുഗർ ലോവർ ചെയ്യും, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, പിന്നെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു എഫക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഹൈബിസ്കസ് ടീ, ചെമ്പരത്തി, അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ BP കുറയ്ക്കുന്നതാണ് പറയണത്, BP. ഇനി ഇതിലൊക്കെ പല പ്രിക്കോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്കൊന്നെണ്ണം പറയാം. ഒന്നും ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്ത്, അതായത് പാലോ പഞ്ചസാരയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. 2 ലാർജ് ക്വാണ്ടിറ്റി ഇത് കൺസ്യൂം ചെയ്യാൻ പാടില്ല. 3 ഇത് പ്രത്യേക സ്റ്റേജുകൾ, ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റേജ് അല്ലെങ്കിൽ വല്ല സ്പെസിഫിക് മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യണം, എപ്പോഴും നല്ലതാണ്. ഇനി ഇതിന് ന്യൂട്രീഷണൽ ഡിനോമിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനർജി 100 ഗ്രാം എടുത്താൽ 100 കിലോ കാൽസ് എനർജി കിട്ടും, പ്രോട്ടീൻ 4 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 20 ഗ്രാം, ഫാറ്റ് ട്രേസസ്. നിർത്തട്ടെ, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.